ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനും മാർക്കോയും അനന്തവും ചേർന്ന് വാമദേവന് നല്ല തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കുന്നു. വാമദേവനാണെങ്കിൽ ഒറ്റയടിക്ക് 60 ലക്ഷം രൂപ കയ്യിൽ കിട്ടാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിലാണ്. വീണ്ടും പണമൊന്നും ചോദിക്കില്ലെന്ന് അനന്തുവിനോട് പറയുന്നുണ്ടെങ്കിലും ഒരു 6 മാസം കൂടി കഴിഞ്ഞാൽ വീണ്ടും മഹിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടണം എന്ന കണക്കുകൂട്ടലിലാണ് വാമദേവൻ. മാർക്കോ ഇതിനിടയിൽ ഉണ്ടെന്നുള്ള കാര്യം വാമദേവനെ അറിയുന്നില്ല. കാരണം മാർക്കോ എന്ന പേര് കേൾക്കുന്നത് തന്നെ വാമദേവന് ഭയമാണ്. അങ്ങനെ ആരും അറിയാതെ അനന്തുവിനെയും മഹാലക്ഷ്മിയെയും മുൾമുനയിൽ നിർത്തി കാശും ഭൂമിയും ഒക്കെ കൈവശപ്പെടുത്താമെന്ന് അയാൾ സ്വപ്നം കാണുന്നുണ്ട്. ഇനി നിങ്ങൾ കൂടുതൽ പണം ചോദിച്ചു കഴിഞ്ഞാൽ അനന്തവും മഹാലക്ഷ്മിയും എല്ലാം കണ്ണനോട് പറയാനായിട്ട് തീരുമാനിക്കുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ കിട്ടാനുള്ളത് കൂടി നഷ്ടപ്പെടുമെന്നും സീമന്തിനി വാമദേവനെ ഓർമ്മിപ്പിക്കുന്നു. ഇതേ സമയം മഞ്ജുവിനാണെങ്കിൽ ഏട്ടത്തിയുടെ 7ാം മാസത്തെ ഫംഗ്ഷൻ ദിവസം അന്ന് തറവാട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അന്ന് കരുണയുടെ അച്ഛൻ്റെ അഴിഞ്ഞാട്ടമാണ് അവിടെ നടന്നതെന്നും ഏട്ടത്തിയുടെ മുഖത്ത് അന്നത്തെ ദിവസം വലിയ തെളിച്ചമൊന്നും ഇല്ലായിരുന്നു എന്നുള്ള കാര്യമെല്ലാം മഞ്ജുവിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്തായിരിക്കും ഏട്ടത്തിയും ഏട്ടനും തമ്മിൽ പിണങ്ങാനുണ്ടായ കാരണം? ഒരു വ്യക്തമായിട്ടുള്ള കാരണമില്ലാതെ ഏട്ടൻ ഏട്ടത്തിയോട് പിണങ്ങില്ല. ഏതായാലും ഏട്ടത്തിയോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് മാത്രമല്ല, ഏട്ടത്തി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് അനന്തു ഏട്ടനെയും ലേഖേച്ചിയുടെയും വീട്ടിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. ഏട്ടത്തിയെ കാണാൻ പോകാൻ തന്നെ മഞ്ജു തീരുമാനിക്കുന്നു. മഞ്ജുവിനെ കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാകുന്നുണ്ട് മഹിക്കും അനന്തുവിനും ലേഖയ്ക്കുമൊക്കെ. തുടർന്ന് ഏട്ടത്തിക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ല എന്ന് അറിഞ്ഞപ്പോഴാണ് സമാധാനമായതെന്നും എന്നാലും ഏട്ടത്തിക്ക് BP കൂടാൻ മാത്രം എന്താണ് കണ്ണേട്ടൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്? കണ്ണേട്ടൻ ഏട്ടത്തിയോട് പിണങ്ങണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു കാരണം ഉണ്ടാകുമെന്നും വെറുതെ ആരോടും മുഖം തിരിക്കുന്ന സ്വഭാവമല്ല കണ്ണേട്ടൻ്റേത്. പ്രത്യേകിച്ച് ഏട്ടത്തിയോട് ഒരിക്കലും കണ്ണേട്ടൻ അങ്ങനെ ചെയ്യില്ല. അന്ന് 7ാം മാസത്തെ ഫംഗ്ഷൻ്റെ ദിവസം ഏട്ടത്തിയുടെ കൂടെ വീട്ടിൽ പോയി വന്നതിന് ശേഷമാണ് കണ്ണേട്ടന് മാറ്റം ഉണ്ടായത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ വല്ലാതാകുന്നുണ്ട് മഹിയും അനന്തവും ലേഖയും. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന മഞ്ജു, എന്താ ഏട്ടത്തി, എന്താണെങ്കിലും എന്നോട് പറയാൻ വീണ്ടും ആവശ്യപ്പെടുമ്പോൾ ഇനി നിന്നോട് മറച്ചു വയ്ക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല മഞ്ജു. കണ്ണേട്ടനെ പോലെ നീയും ആ സത്യം അറിയണം. പക്ഷേ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ വെറുക്കുമോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്നെല്ലാം മഹി പറയുന്നത് കേട്ട് മഞ്ജുവിന് കൂടുതൽ ടെൻഷനാകുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഞ്ജു ആണെങ്കിൽ, ഏട്ടത്തിയെ ഞാൻ വെറുക്കാനോ? ഈ ജന്മം എനിക്കതിനാവില്ല. മുൻപ് എൻ്റെ അമ്മയുടെയും ഉണ്ണിയേട്ടൻ്റെയൊക്കെ കൂടി ഞാൻ ഏട്ടത്തിയെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് കുറ്റബോധം എനിക്കുണ്ടെന്നും മഞ്ജു കൂട്ടിച്ചേർക്കുന്നു. തുടർന്ന് മഹാലക്ഷ്മി ഒരു ഞെട്ടിക്കുന്ന സത്യം മഞ്ജുവിനെ അറിയിക്കുന്നു. അത് കേട്ട് ശരിക്കും ഷോക്കാവുന്നുണ്ട് കേട്ടോ മഞ്ജുവിന്. തുടർന്ന് ഏട്ടത്തെ എന്തേ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതേ മഞ്ജു, നിൻ്റെ അച്ഛൻ്റെ ദേഹത്തേക്ക് ലോറി ഇടിച്ച് കയറ്റിയത് അയാളാണ്, അപ്രതാപൻ, കരുണയുടെ അച്ഛൻ. അയാൾ അന്ന് വെറും ഒരു ലോറി ഡ്രൈവറായിരുന്നു. മഹി ആ ലോറിയിൽ അയാളോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇത് സത്യമാണെന്ന് നമ്മളൊക്കെ തിരിച്ചറിഞ്ഞത്. അല്ലെങ്കിൽ അതെല്ലാം സമനില തെറ്റി ഒരാൾ വിളിച്ചു പറയുന്നതാണെന്ന് കരുതി നമ്മളതൊക്കെ തള്ളിക്കളഞ്ഞേനെന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. തുടർന്ന് സാഗറിനും എല്ലാം അറിയാമെന്നും മഹിയുടെ 7ാം ദിവസത്തെ ചടങ്ങ് ദിവസം സാഗറിനോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞിരുന്നുവെന്നും മാത്രമല്ല നിൻ്റെ അമ്മാവനില്ലേ ആ വാമദേവൻ, അയാൾക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്നും അയാളിപ്പോൾ ഈ കാര്യം പറഞ്ഞ് മഹിയെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഏതായാലും അടുത്തൊരു ദിവസം തന്നെ ഞങ്ങളെല്ലാവരും ചേർന്ന് അയാളുടെ പണക്കൊതി അവസാനിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നും അനന്തു പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് നീ ഇതെങ്ങനെ എടുക്കും എന്നറിയാത്തത് കൊണ്ടാണ് സാഗർ നിന്നെ ഒന്നും അറിയാത്തതെന്നും അനന്തു കൂട്ടിച്ചേർക്കുന്നു. തുടർന്ന് കണ്ണൻ ഇത് പ്രതാപൻ്റെ നാവിൽ നിന്ന് തന്നെ അറിഞ്ഞു. അങ്ങനെയാണ് കണ്ണൻ മഹിയോട് പിണങ്ങിയത് എന്നും അനന്തു ആ കാരണങ്ങൾ കൂടി മഞ്ജുവിനെ അറിയിക്കുന്നുണ്ട്. തുടർന്ന് മഹി മഞ്ജുവിനോട് മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന മഞ്ജു ആണെങ്കിൽ, ഏട്ടത്തി എന്തിനാ എന്നോട് മാപ്പ് ചോദിക്കുന്നത്? അതിന് ഏട്ടത്തി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അനന്തുവേട്ടൻ പറഞ്ഞതുപോലെ അന്ന് ഏട്ടത്തി ആ ലോറിയിൽ അയാളോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സത്യമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. അല്ലെങ്കിൽ അതെല്ലാം അയാൾ മനസ്സിന് സമനില തെറ്റി വിളിച്ചു പറയുന്നതാണെന്ന് നമ്മളെല്ലാവരും കരുതിയേനെ എന്നും മഞ്ജു പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. തുടർന്ന് മഞ്ജുവിൻ്റെ അമ്മയ്ക്കോ ഉണ്ണിയേട്ടനൊന്നും ഇതറിയില്ല എന്നും അതുകൊണ്ടാണ് കരുണ പ്രതാപനെ കാണുന്നതിൽ നിന്നും അവരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി അവളെ ഉപേക്ഷിക്കുന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാമെന്നും അനന്തു പറയുന്നുണ്ട് കേട്ടോ മഞ്ജുവിനോട്.
ഇത് കേൾക്കുന്ന മഞ്ജു ആണെങ്കിൽ അതൊന്നും പറയാൻ പറ്റില്ല അനന്തുവേട്ട. എൻ്റെ അമ്മയും ഉണ്ണിയേട്ടനും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പണത്തിനെയാണ്. അതുകൊണ്ട് തന്നെ സത്യങ്ങളെയൊക്കെ അവരറിഞ്ഞാൽ കൂടി കരുണയെ അവിടെ നിന്നും ഇറക്കി വിടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം കരുണയുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടല്ലോ. ഉണ്ണിയേട്ടനാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. കരുണേട്ടത്തിയെ അവിടെ നിന്നും ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഒന്നും ഇല്ലാതായി പോകുന്നത് അവർക്കാണെന്ന് എൻ്റെ അമ്മയ്ക്കും ഉണ്ണിയേട്ടനൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കരുണയോട് അവർക്ക് വെറുപ്പൊന്നും തോന്നാൻ ചാൻസ് ഇല്ല എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. ഏതായാലും അവളെ ഞാനൊന്ന് കാണുന്നുണ്ട്. അവളുടെ മുഖത്ത് നോക്കി തന്നെ എനിക്ക് 2 പറയണമെന്നും തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് മഞ്ജു കരുണയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്